രാമചന്ദ്രൻ സാറേ, പ്രധാനപ്പെട്ട ഒരു വാർത്ത നമുക്ക് കേൾക്കാൻ ഇന്നലെ തൊട്ട് വന്നു തുടങ്ങി. ഇവിടുത്തെ മാധ്യമങ്ങളിലില്ല. ഇല്ല, ആസാമിൽ ഈ ബാലവിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമം പാസ്സാക്കുകയാണ് മുസ്ലിം. ആ ബാലവിവാഹം എന്ന് പറയുമ്പോൾ അത് മുസ്ലിം ബാലവിവാഹമായിരിക്കും. അതിനെപ്പറ്റി ഒന്ന്. അതായത് അവിടെ വെള്ളിയാഴ്ചത്തെ മന്ത്രിസഭാ യോഗം മുസ്ലിം മാരേജസ് ആൻഡ് ഡൈവോഴ്സസ് രജിസ്ട്രേഷൻ ആക്ട് 1935 അത് പിൻവലിക്കാൻ തീരുമാനിച്ചു. മുസ്ലിങ്ങളുടെ മാത്രമാണ് കേട്ടോ, ഇതിൽ വേറെ മതസ്ഥരുടെ ഒന്നുമില്ല. ആ മുസ്ലിം മാരേജസ് ആൻഡ് ഡൈവോഴ്സസ് രജിസ്ട്രേഷൻ ആക്ട് ഓഫ് 1935 എന്ന് പറയുന്നതിൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു. അതായത് അവരുടെ പ്രായം കുറഞ്ഞ, അതായത് ഇന്ത്യയിൽ 1929 ബാലവിവാഹം അസാധുവാക്കി 1978 നമ്മൾ ഇന്ത്യയിൽ നിയമം പാസാക്കി പെൺകുട്ടിക്ക് പ്രായപരിധി മിനിമം 18 വയസ്സുണ്ടായിരിക്കണം, ആണിന് 21 വയസ്സ് ഉണ്ടായിരിക്കണം വിവാഹപ്രായം. പക്ഷേ ഇത് മുസ്ലിങ്ങൾക്ക് ബാധകമല്ലാത്ത വിധത്തിലാണ് അവിടെ ഈ മുസ്ലിം മാരേജസ് ആൻഡ് ഡൈവോഴ്സസ് ആക്ട് ഉണ്ടായിരുന്നത്. ആസാമിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇവിടെയും ഒക്കെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്. അല്ല, രജിസ്ട്രേഷൻ അല്ല, വിവാഹങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ രജിസ്ട്രേഷൻ ഒരു പ്രത്യേക രീതി ഉണ്ടായിരുന്നു. 94 മുസ്ലിം രജിസ്ട്രാർമാർ അത് പ്രത്യേക ലൈസൻസിന് അപേക്ഷിക്കുക. അങ്ങനെ ലൈസൻസ് കൊടുക്കും. അവർക്ക് ഈ പ്രായപരിധി ഇല്ലാത്തതുണ്ടല്ലോ മുസ്ലിം യുവതി യുവാക്കളുടെ, അത് രജിസ്റ്റർ ചെയ്യാമായിരുന്നു അവിടെ. ഈ 1930 രാമചന്ദ്രൻ സാറിന് ചോദിച്ചത്, ഇന്ത്യയിലുടനീളം ബാലവിവാഹം നിയന്ത്രിച്ച് 18 വയസ്സെന്നുള്ള പ്രായപരിധി വെച്ചപ്പോൾ ആസാം പറയുന്ന സംസ്ഥാനത്ത് മാത്രമായിരുന്നു ഇത്തരം ബാലവിവാഹങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? അല്ല, ഇന്ത്യയിൽ പലയിടത്തും നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇവര് 1937 നമ്മൾ ഇന്ത്യ പലതുമൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ വേറെ രീതിയിലാണ് ആലോചിക്കുന്നതെന്നാണല്ലോ അവർ എന്നും അവരുടെ നിലപാട്. അവർ 1937 മുസ്ലിം സംഘടനകൾ ചേർന്നിട്ട് സ്വകാര്യ ശരീഅത്ത് നിയമം അവരുടേതായിട്ട്, ഈ UAPA നമ്മുടെ UPA സർക്കാരൊക്കെ ഇല്ലേ, അവരിതൊക്കെ കണ്ണടയ്ക്കുമല്ലോ. അപ്പോൾ അവരുടെ സ്വകാര്യ ശരീഅത്ത് നിയമപ്രകാരം ഈ ഞാൻ സംശയം കൊണ്ട് പ്രേക്ഷകരുടെയും കൂടെ സംശയമായിരിക്കും, സ്വകാര്യ ശരീഅത്ത് നിയമപ്രകാരം ഇവർ ഈ വിവാഹം നടത്തുമ്പോൾ ഇനി നിയമസാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. ഇവിടെ ഉണ്ടായിരുന്നു, കേരളത്തിലും ഇത് നടക്കുന്നുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഇവര് ഈ സ്വകാര്യ ശരീഅത്ത് അനുസരിച്ചിട്ടാണല്ലോ ഇപ്പോൾ 18 വയസ്സ് പെൺകുട്ടിക്ക് എന്നുള്ളത് സ്റ്റിപ്പുലേഷൻ മുസ്ലിം ലീഗിന് ഇഷ്ടമല്ല. കോടതി പോയിട്ടുണ്ട് 9 സംഘടനകൾ. അതിലേക്ക് വരാം. അപ്പോൾ അവിടെ ഇതിൽ വ്യവസ്ഥ ഉണ്ടായിരുന്നു. പ്രത്യേക രജിസ്ട്രാർമാർ, മറ്റേത് കോമൺ രജിസ്ട്രാറാണല്ലോ, പൊതു രജിസ്ട്രാർ വിവാഹത്തിൻ്റെ, അത് സ്പെഷ്യൽ മാരേജസ് ആക്റ്റാണ് ഇന്ത്യയിൽ പാസ്സാക്കിയിരിക്കുന്നത്. ആ സ്പെഷ്യൽ മാരേജസ് ആക്ട് അല്ലായിരുന്നു ഇതുവരെ ആസാമിൽ ബാധകം. അവർ ഈ 1935 നിയമം വെച്ചിട്ട് 18, 21 പ്രായപരിധി ഇല്ലാതെ ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി അവിടെ അത് നടപ്പില്ല. എന്നിട്ട് ഈ 94 രജിസ്ട്രാർമാരുണ്ടല്ലോ മുസ്ലിം, അവർക്ക് വൺ ടൈം കോമ്പൻസേഷൻ 2 ലക്ഷം രൂപ വെച്ച് കൊടുത്ത് ആ 94 പേരെ ലൈസൻസ് റദ്ദാക്കി പറഞ്ഞു വിടുകയാണ്. അതിനാണ് അവിടെ തീരുമാനം വന്നിരിക്കുന്നത്. ഇന്ന് മുസ്ലിം സംഘടനകളൊക്കെ ചൂടായിട്ടുണ്ട്. അവിടെ ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോവും, മറ്റേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മുമ്പുള്ള പ്രക്ഷോഭത്തിനെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഇത് അങ്ങനെ തുടർന്ന് വരുന്ന ഇത് ഹിമന്ത് ബിശ്വ ശർമ്മ അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, പോളിഗാമി ബഹുഭാര്യത്വം അത് നിർത്തുന്ന നിയമം കൊണ്ടുവരുന്നു പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് മറ്റേ പൗര നിയമം കോമൺ സിവിൽ കോഡ് പാസ്സാക്കുന്ന 3ാമത്തെ സംസ്ഥാനമായിരിക്കും ഇത്. കാരണം ഗോവയിലും ഉത്തരാഖണ്ഡിലും പാസ്സാക്കി. അങ്ങനെ വരുമ്പോൾ ഈ പ്രത്യേകിച്ച് ബഹുഭാര്യത്വ നിയമം പിൻവലിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കൊണ്ടുവരേണ്ട കാര്യമില്ല, അതിൻ്റെ കൂടെ അങ്ങ് പൊക്കോളും. ഇത് വെള്ളിയാഴ്ച മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ട് ശനിയാഴ്ച പുലർച്ചെ ആയപ്പോഴാണ് ഒരു ട്വീറ്റ് വഴി ശർമ്മ
ഇത് ലോകത്തിനെ അറിയിച്ചത്, ഞങ്ങളിങ്ങനെ തീരുമാനിച്ചു എന്നുള്ളത്. അപ്പോൾ അത് CAA ഉള്ള മുന്നോടിയായിട്ടുള്ള ഒരു ഒരുക്കമാണ് അവിടെ ഇത് വല്ലാത്ത സിറ്റുവേഷനായിരുന്നു. ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോലില്ലേ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനസംഖ്യയിൽ 34% മുസ്ലിങ്ങളാണ് അവിടെ ആസാമിൽ. അപ്പം അത് വലിയൊരു വോട്ട് ഇതുള്ളതാണല്ലോ, റിസ്ക് ഉണ്ട്. ഇങ്ങനൊരു നിയമം പാസ്സാക്കുമ്പോഴും. പക്ഷെ ആ ബോൾഡായിട്ടുള്ളൊരു ഡിസിഷനിലേക്കാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊരു കൊളോണിയൽ ആക്ട് ആയിരുന്നു, അത് ഇന്നത്തെ ആധുനിക സമൂഹത്തിന് ചേർന്നതല്ല. ശരിയാണ് ഇങ്ങനെ, കാരണം പെൺകുട്ടികളുടെ വ്യക്തിത്വ വികാസം അതിനെ ചോദ്യം ചെയ്യുന്നതല്ലേ ഇങ്ങനെ ഒക്കെയുള്ള വിവാഹം മുസ്ലിങ്ങൾക്കിടയിൽ എന്ന് പറയുന്നത്. ഇതൊരു അവിടെ ഒരു ക്രാക്ക് ഡൗൺ കഴിഞ്ഞ കൊല്ലം നടന്നിരുന്നു ഈ ഇങ്ങനത്തെ ബാലവിവാഹത്തിനെതിരെ ചെയ്തവർക്കെതിരെയൊക്കെ. എന്നിട്ട് 4000 പേരെ അറസ്റ്റ് ചെയ്തു. 2-3 ദിവസം ഫെബ്രുവരിയിൽ 23 ഡേറ്റ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കൊല്ലം 1-2 ദിവസം കൊണ്ടൊക്കെ ഇങ്ങനെ ചെയ്തവരൊക്കെ. അല്ല, നിയമപരമാണെങ്കിൽ പിന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന? അവിടെ നേരത്തെ നിയമപരമായിരുന്നു അല്ല, ഇത് ഇങ്ങനത്തെ സാധനം പോക്സോ നിയമമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അല്ല, അപ്പം ഉണ്ട്. അപ്പൊ ബാലവിവാഹത്തിന് നിയമസാധ്യത ഉള്ളപ്പോ പിന്നെ അവിടെ പോസ്കോ ഉണ്ടോ? നിയമസാധുത എന്നുള്ളതല്ല, 1935 എന്നും പറഞ്ഞിട്ട് അവർക്ക് കോടതിയിൽ പോവാം, ഇങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്ത് തന്നാണ്. പക്ഷെ അങ്ങനെ രജിസ്റ്റർ ചെയ്ത് തന്നാലും വേറെ നിയമങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടല്ലോ. അതിലാണല്ലോ ഈ നിർഭയ കേസിനൊക്കെ ശേഷം തന്നെ പല ഭേദഗതികളും ഒക്കെ ഇതിൽ വന്നില്ലേ. അപ്പൊ ഇത് പലതും പോക്സോ കേസ് ചുമത്തി പിന്നെ കഴിഞ്ഞ കൊല്ലം ബുദ്ധിമുട്ടിച്ചു, ഒരു വേട്ട നടന്നു. മനസ്സിലായില്ലേ? ഈ കേരളത്തിലും അങ്ങനെ കേസ് വന്നത് ഞാൻ പറയാം ഇത് കഴിഞ്ഞിട്ട്. ഇപ്പോഴത്തെ വ്യവസ്ഥ എന്താണ്? സ്പെഷ്യൽ മാരേജസ് ആക്ട് അനുസരിച്ചിട്ട് വേണം രജിസ്റ്റർ ചെയ്യാൻ. സ്പെഷ്യൽ മാരേജസ് ആക്ട് അനുസരിച്ചിട്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രായപൂർത്തിയാകാത്തത് രജിസ്റ്റർ ചെയ്യാം. അതിൽ അങ്ങനൊരു വ്യവസ്ഥയുണ്ട്. 18 അല്ല 21 അല്ല. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ മാതാപിതാക്കളെ അപേക്ഷിച്ചിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിലാണ് പുലിവാല്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചിലപ്പോൾ മറ്റേ പോക്സോ കേസിൽ വരാം. അത് നമുക്ക് ഭാവിയിലേ അറിയാൻ പറ്റുള്ളൂ. പോയി അങ്ങനെ മാതാപിതാക്കൾ. പക്ഷേ സ്പെഷ്യൽ മാരേജസ് ആക്റ്റാണ്. മറ്റതിനി സ്പെഷ്യൽ നിയമം, പ്രത്യേക നിയമം അവിടെ അസമിൽ ഇനി നിലനിൽക്കില്ല. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഇത്. ഇതൊക്കെ പിന്നെ ഈ പൊതുപൗര നിയമം വരുമ്പോൾ മൊത്തം അതിൻ്റെ കീഴിൽ വന്നോളുമല്ലോ. ഇപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇത് പിൻവലിച്ചു. മറ്റേതെനിക്ക് അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. സ്പെഷ്യൽ മാരേജസ് ആക്ടിൻ്റെ കീഴിൽ പോയിട്ടേ ഈ പ്രായപരിധി അതിൽ അത് നടക്കുന്നു തോന്നുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇതവിടുത്തെ ട്രൈബൽ അവർക്കൊന്നും ബാധകമല്ല. ഇത് ഇനിയിപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇന്ത്യയിലും എങ്ങനെയായിരുന്നു എന്ന് ഞാൻ പറയാം. ഇന്ത്യയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1978 മുതൽ 1821 നിയമമാക്കി. 1929 നമ്മൾ ബാലവിവാഹം തന്നെ ഇന്ത്യയിൽ അസാധുവാക്കി. ബ്രിട്ടീഷ് അങ്ങനെയുണ്ട്, മൊത്തം ബാലവിവാഹം അസാധുവാക്കിയിട്ടുണ്ട് നമ്മൾ 1929 ഇന്ത്യ. പക്ഷെ അതിൽ ഞങ്ങൾ പെടില്ല എന്നാണല്ലോ അവർ പറയുന്നത്. അവർ സാർവദേശീയത പറയുന്നവരാണല്ലോ. അപ്പോൾ കോളനിക്കാലത്ത്, ബ്രിട്ടീഷ് കോളനിക്കാലത്ത് പെണ്ണുങ്ങൾക്ക് 15 വയസ്സ്, ആണുങ്ങൾക്ക് 18 വയസ്സ്. അതായിരുന്നു നിയമം. അതാണ് നമ്മൾ പിന്നീട് മാറ്റുന്നത് 78-ലൊക്കെ. ഹരിയാനയിൽ 1994 അപ്നി ബേട്ടി അപ്ന ധൻ എന്ന് പറഞ്ഞിട്ടൊരു പോളിസി നടപ്പാക്കിയിരുന്നു. 18 വയസ്സിന് ശേഷവും അവിവാഹിതരായിരിക്കുന്നവർ 25,000 രൂപ കൊടുക്കുന്ന ഒരു പരിപാടി ഈ ബാലവിവാഹത്തിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണത്. ബാലവിവാഹങ്ങളില്ലാതിരിക്കാൻ വേണ്ടി. മറ്റു സമുദായങ്ങളിലെ അത് കോമൺ അല്ലെങ്കിലും മുസ്ലിങ്ങൾക്കിടയിൽ ആണല്ലോ. ഇത് കേരളത്തിൽ ഇനി എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ് 2013 ജൂൺ 14 ഒരു ഉത്തരവിറക്കി. ആ ഉത്തരവിൽ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഈ ചൈൽഡ് മാരേജ് ആക്ട് ഉണ്ടല്ലോ, അതിൽ പ്രായപരിധി പാലിച്ചിട്ടില്ലെങ്കിലും മുസ്ലിം വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞ സർക്കുലർ ഇറക്കി. 2013 ജൂൺ 14 മുസ്ലിം ലീഗിന് സമ്മർദ്ദമാണെന്ന് മാത്രമല്ല, എനിക്ക് ഇത്രയും കൊല്ലത്തെ പത്രപ്രവർത്തനം നടത്തിയിട്ട് അറിയാവുന്നത്, ഏതെങ്കിലും ഒരു പണച്ചാക്കിന് ഇങ്ങനൊരു പ്രശ്നം വന്ന് കാണും പ്രായത്തിന്റെ. അങ്ങനെ വരുമ്പോഴാണ് ചില ആളുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്
നിയമത്തിൻ്റെ ഒരു കാലം ഒരു സർക്കുലർ. അപ്പോൾ അതിനെതിരെ ഭയങ്കര രോഷമുണ്ടായി കേരളത്തിൽ, പ്രത്യേകിച്ച് മുസ്ലിം വനിതാ സംഘടനകളിൽ നിന്ന്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വലിയ പ്രതിസന്ധിയിലായി, മുസ്ലിം ലീഗും പ്രതിസന്ധിയിലായപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ, ഒരു ഭേദഗതി ആ സർക്കുലറിൽ കൊണ്ടുവന്നു. 2013 ജൂൺ 28 വരെ നടന്ന ഇങ്ങനത്തെ വിവാഹങ്ങളൊക്കെ സാധുവാണ്. ഈ സാറി പറഞ്ഞ ഇതിനു അതാണ് അതിന്റെ അർത്ഥം. ഇങ്ങനെ ഒക്കെ സംഭവിക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഈ പുരോഗമനം, നവോത്ഥാനം ഒക്കെ നടന്നു കഴിഞ്ഞ കേരളം. അപ്പോൾ 9 മുസ്ലിം സംഘടനകൾ കേരളത്തിൽ നിന്ന് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഈ 18 പ്രായപരിധി ഒക്കുകയില്ല എന്ന് പറഞ്ഞു. ലീഗ് അതിനെതിരാണ്. 2012 മലപ്പുറത്ത് ഒരു കുട്ടിയുടെ, ഈ 14 വയസ്സോ മറ്റോ ഉള്ള കുട്ടിയുടെ വിവാഹം ഹൈക്കോടതിയൊക്കെ ഇടപെട്ടിട്ട്, ഈ ഹൈക്കോടതി അറിഞ്ഞ ഒരു കേസേ ഉള്ളൂ. എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു അനുഭവം പറഞ്ഞുതരാം. മലപ്പുറത്തും കോഴിക്കോട്ടും ഈ 12 വയസ്സ് കഴിയുന്ന പിള്ളേർ മൊത്തവും കല്യാണം കഴിച്ചതാണ്. ഈ 12 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം കഴിഞ്ഞ് സ്കൂളിൽ വരെ വരുന്ന പിള്ളേരുണ്ട്. നമ്മൾ കണ്ടാൽ പോലും വളരെ ചെറിയ പിള്ളേരാണ്. അത് കഴിഞ്ഞിട്ട് ഈ 12 വയസ്സ് കഴിഞ്ഞിട്ട് ഈ പിള്ളേരെ ശരിക്കും പറഞ്ഞാൽ ഇവരങ്ങ് ഗൾഫിൽ പോവുക. പിന്നെ ഇവൻ തിരിച്ചു വന്നിട്ട് ഇതിനെ നോക്കുന്നോ കാണുന്നോ എന്നൊന്നും പോലും അറിയത്തില്ല. എന്തുമായാലും 12ാമത്തെ വയസ്സ് കഴിയുമ്പോഴത്തേന് കുഞ്ഞുങ്ങളുടെ വിവാഹം വളരെ കൂടുതലായിട്ട് നടക്കുന്നു. നഷ്ടമാണ്. പക്ഷേ ഇങ്ങോട്ടുള്ള മുസ്ലിങ്ങളൊന്നും ആ കാര്യത്തിൽ നമ്മുടെ ഈ അതൊന്നും അവർ യാതൊരു കാരണവശാലും അംഗീകരിക്കുന്നില്ല. പക്ഷേ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഈ സമ്പ്രദായം 2012 മലപ്പുറത്തൊരു സർവേ നടന്നു. അങ്ങ് പറയുന്ന ഇതിനെ സാധൂകരിക്കുന്നതാണ്. ആ സർവേയിൽ 13 വയസ്സ് മുതൽ 18 വയസ്സ് വരെ വിവാഹം ചെയ്തവർക്കിടയിലാണ് സർവേ നടന്നത്. അതിൽ 3400 പെൺകുട്ടികൾ ഇങ്ങനെ വിവാഹം ചെയ്തിട്ടുണ്ട് ഒരു വർഷം. ഇന്ന് കണ്ടതിൽ 2800 മുസ്ലിം പെൺകുട്ടികളായിരുന്നു. അപ്പോൾ മുസ്ലിം അവിടെ റാമ്പൻ്റ് ആണെന്നാണ് ആ മലപ്പുറം ജില്ലയിലൊക്കെ നമ്മൾ കാണുന്നത്. ഇതിനെതിരെ വലിയ രോഷം കേരളത്തിലുണ്ടായ ഒരു സംഭവം ഉണ്ടായി. 2013 ജൂൺ 13 കരീം എന്ന് പറഞ്ഞിട്ടൊരു UAE പൗരൻ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അനാഥാലയം മലപ്പുറത്ത് വിവാഹം ചെയ്തു, നിക്കാഹ് ചെയ്തു. എന്നിട്ട് അയാൾ 2 ആഴ്ചയ്ക്ക് ശേഷം UAEയിലേക്ക് തിരിച്ചുപോയി. അവിടുന്ന് ഫോണിൽ മുത്തലാഖ് ചൊല്ലി ഈ പെൺകുട്ടിയെ ഒഴിവാക്കി. ഇത് കേരളത്തിൽ വലിയ കോളുകളൊക്കെ, കേരളത്തിൽ വലിയ ഇപ്പം സാറി പറഞ്ഞു, കേരളത്തിൽ വലിയ കോളുകളൊക്കെ ഉണ്ടാക്കിയൊരു സംഭവമാണ്. ഞാൻ ഈ ഒരു കാര്യം യാഥാർത്ഥ്യമായിട്ട് പറയാം. ഇപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് അവിടെ ചെന്ന് ബോധ്യപ്പെട്ട 1-2 കാര്യം. ഞാൻ കുറച്ച് ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു 3000 രൂപ ചെലവിന് കൊടുക്കാൻ പറ്റുമെങ്കിൽ 10ഉം 18ഉം വയസ്സുള്ള ഇവിടെ കല്യാണം കഴിച്ച ആളാണെങ്കിൽ പോലും ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെ വിടത്തില്ല. അവരുടെ വീട് സൗകര്യപ്പെടുത്തി തരും. ഒരു 3000 രൂപ കൊടുത്താൽ കല്യാണം കഴിച്ച് അവിടെ താമസിക്കാൻ വേണ്ടി മൂന്നാന്മാർ വളരെ കൂടുതലുള്ള സ്ഥലമാണ് കോഴിക്കോട്, മലപ്പുറം. എന്ന് വെച്ചാൽ ഇത് ഈ പറഞ്ഞത് ഇയാൾ ചില പൈസ ഉടനെ ഒരു പെടുത്തിയ പിന്നെ ഒരു വാർത്തയായപ്പോൾ വിഷയമായതേ ഉള്ളൂ. ഇത് വ്യാപകമാണ് അവിടെ. ഹൈക്കോടതി ഇടപെട്ടിട്ട് കണ്ണൂരിൽ 14 വയസ്സുള്ള ഒരു കുട്ടിയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സമീപകാലത്ത്. പിന്നെ അടുത്ത കാലത്ത് നമുക്ക് ഒരു ബെച്ചു കുര്യൻ തോമസ് ഹൈക്കോടതിയിൽ ഒരു കേസിലൊരു വിധി, ശ്രദ്ധേയമായൊരു വിധി ഉണ്ടായിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ തിരുവല്ലയിൽ കവിയൂരിൽ ഒരു ബംഗാളിൽ നിന്നുള്ള യുവാവ്, ധാരാളം പേരുണ്ടല്ലോ അവർ, ബംഗാളിൽ നിന്നുള്ള ഒരു മുസ്ലിം യുവാവ് ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി. ആ കുട്ടി 18 വയസ്സിന് താഴെയായിരുന്നു. അപ്പോൾ അവൻ്റെ ജാമ്യ ഹർജി നമ്മുടെ KT തോമസിൻ്റെ മകനാണ് ബെച്ചു കുര്യൻ തോമസ്, അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ വന്നു. അപ്പോൾ അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ആർഗ്യുമെൻ്റ് എന്താണെന്ന് വെച്ചാൽ മുസ്ലിം വ്യക്തി നിയമത്തിൽ 18 വയസ്സ് ബാധകമല്ല, അതുകൊണ്ട് എനിക്ക് ജാമ്യം തരണം എന്നുള്ളതായിരുന്നു ഹർജി. മുസ്ലിം വ്യക്തി നിയമം എന്ന് പറഞ്ഞിട്ട് ശരിയത്ത് നിയമം നടക്കാമല്ലോ. അപ്പം അദ്ദേഹം പറഞ്ഞു വിധിയിൽ ഈ ഹർജി തള്ളി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബാലവിവാഹ നിരോധന നിയമം വന്ന ശേഷം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇത് വന്ന ശേഷം 2016 അത് വളരെ ക്ലീനായിട്ട് വന്നു. ഇപ്പോൾ മലപ്പുറത്തൊക്കെ കേസൊക്കെ എടുക്കുന്ന അത് വെച്ചിട്ടാണ്. ബാലവിവാഹ നിരോധന നിയമം വന്ന ശേഷം വ്യക്തി നിയമങ്ങൾ നിലനിൽക്കില്ല വിധിയിൽ പറഞ്ഞു. ഇതൊന്ന് തട്ടിക്കൊണ്ടുപോയതാണിത്.
പിന്നെ ആകാത്ത കുട്ടിയെ ഗർഭിണിയാക്കിയിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് പോക്സോ നിയമത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് പോക്സോ നിയമപ്രകാരം ഇവനെതിരെ കേസ് എന്ന് പറഞ്ഞു. ഇത് ശ്രദ്ധേയമായ ഒരുപക്ഷെ ഇന്ത്യക്ക് ഒട്ടാകെ നിലനിൽക്കില്ല എന്നുള്ളതിന് നമ്മൾ. അപ്പോൾ ഇപ്പം മലപ്പുറത്തൊക്കെ 2016 ഈ ബാലവിവാഹ നിരോധന ഇത് അനുസരിച്ചിട്ടാണ്. കേരളത്തിൽ ഇതിപ്പോൾ ചെയ്യുന്നുണ്ടോയെന്ന് എനിക്ക് അത്ര നിശ്ചയമില്ല. കാരണം മുസ്ലിം പ്രകടനമാണല്ലോ മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ല, കേരളത്തിൽ ഈ നിയമമൊക്കെ നിൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പോലീസിനും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ അത് ആരും പരാതിയില്ലെങ്കിൽ ഇതങ്ങ് പൊക്കോട്ടെ, അത് അംഗീകരിച്ചോട്ടെ. കരുവാരക്കുണ്ടിൽ സമീപകാലത്തൊരു കേസ് വന്നിട്ട് ഒരു ഘാസി ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസ് വന്നിരുന്നു. അവിടുത്തെ മൂത്തേടത്ത് പഞ്ചായത്തിൽ ഇങ്ങനത്തെ കുറേ കേസുകൾ നടന്നതായിട്ട്, കരുവാരക്കുണ്ടിനടുത്ത് തന്നെ. അപ്പോൾ ഇത് കേരളത്തിൽ സത്യത്തിൽ വ്യാപകമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ശരീഅത്ത് നിയമം ഇങ്ങനെയാണെന്ന് അവർ പറയുന്നുമുണ്ട്. പക്ഷെ നവോത്ഥാനം പുരോഗമനമൊക്കെ പ്രസംഗിക്കുന്ന പാർട്ടികളുണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ പോലെ, അവരുടെ പുരോഗമനം ഇതിൽ ഉണ്ടാവില്ല. ശരീഅത്ത് സംരക്ഷിച്ചു കൊടുക്കുന്നതാണ് അവരുടെ പുരോഗമനം. അങ്ങനെയാണ് ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അസമിൽ ഇപ്പം നടന്നിട്ടുള്ള ഈ ഈ മുസ്ലിം ബാലവിവാഹ നിയമത്തിൻ്റെ നിരോധനം പിൻവലിക്കൽ, അത് കേരളത്തിന് മാതൃകയല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ കൂടെ നിൽക്കേണ്ടതല്ലേ? മാർക്സിസ്റ്റ് പാർട്ടി അതിൻ്റെ കൂടെ മുസ്ലിങ്ങളുടെ നിയമമായതുകൊണ്ട് നിൽക്കാൻ സാധ്യതയില്ല. രണ്ടാമത്, കേരളത്തിൽ ഇന്ത്യയിലുടനീളം ഇത്തരത്തിൽ ശരീഅത്ത് നിയമമല്ല ഇന്ത്യയുടെ നിയമമെന്ന് കാണിച്ചു കൊടുക്കാൻ ആർജവമുള്ള, തൻ്റെ ഇടമുള്ള ഭരണാധികാരികൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളുടെയും അല്ലെങ്കിൽ ഈ നിർദ്ധരായ സ്ത്രീകളുടെയും ഒക്കെ കരച്ചിൽ വികസിക്കട്ടെ. അവരുടെ കരച്ചിൽ കേൾക്കാൻ ആളുണ്ടാവുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.